അതായത് നമ്മൾ എല്ലാവരും മഹാവിശുദ്ധരായിരുന്നെങ്കിൽ യേശു നമുക്ക് വേണ്ടി കുരിശിൽ മരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. യേശു നമുക്ക് വേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഈ രോഗം ഉണ്ടെന്നറിയാം. നമ്മൾ ഈ സത്യസന്ധമായിട്ട് നമ്മുടെ അവസ്ഥ അംഗീകരിക്കാൻ തയ്യാറാവണം. എന്തുകൊണ്ടാണ്? നമ്മൾ പാപികളാണെന്ന് ദൈവത്തിന് അറിയാം, യേശുവിനറിയാം. റോമർ 5-ാം അധ്യായത്തില് 3 തവണ പറയുന്നുണ്ട് നമ്മൾ നല്ലവരായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നല്ല പറയുന്നത്. റോമർ 5:6 നാം ബലഹീനരായിരിക്കെ, നാം നല്ലവനായിരിക്കെ, നാം നല്ല ശക്തിയുള്ളവരായിരിക്കെ, അങ്ങനെയാണോ? അല്ല, നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. വാക്യം 8, എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അങ്ങനെ നമ്മോടുള്ള സ്നേഹം ദൈവം പ്രകടമാക്കി. 10-ാമത്തെ വാക്യം, നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രന്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിൽ രമ്യതപ്പെട്ടതിന് ശേഷം അവന്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ച. അപ്പോ ഒരധ്യായത്തിൽ തന്നെ 3 തവണ പറയണം. എന്നെ കേട്ടെ, നാം പാപികളായിരിക്കെ, നാം ബലഹീനരായിരിക്കെ, നാം ശത്രുക്കളായിരിക്കെ, നമ്മൾ നല്ലവരായതുകൊണ്ടല്ല ക്രിസ്തു മരിച്ചത്, നമ്മൾ പാപികളായതുകൊണ്ടാണ്. അപ്പൊ ഈ ക്രിസ്തുവിന്റെ രക്ഷ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരണമെങ്കിൽ ആദ്യത്തെ കാര്യം നമ്മൾ പാപികളാണ് എന്ന സത്യം അംഗീകരിക്കുകയും പാപം ഏതെല്ലാം വിധത്തിലാണ് ഞാൻ പാപം ചെയ്യുന്നതെന്ന് നമ്മൾ നമ്മളെ തന്നെ പരിശോധിച്ച് കണ്ടുപിടിക്കണം.